ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ചാൽ ഒരു മാനിക്യൂർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈസിലി നമുക്ക് വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് മാനിക്യൂർ ചെയ്യാം. നമ്മൾ പാർലറിലൊന്നും പോയിട്ട് വെറുതെ പൈസ ചിലവാക്കണ്ട. ഇത് നല്ല രൂപത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ നെയിലൊക്കെ നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാവാനും എപ്പോഴും കൈ ക്ലീനായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇത് വീക്ക്ലി വൺസോ അല്ലെങ്കിൽ ട്വൈസ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ കഴിയുന്നവർ 2 തവണയൊക്കെ ചെയ്യാൻ നോക്കുക, നല്ല റിസൾട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് എങ്ങനെ മാനിക്യൂർ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടി കുറച്ച് ചുടുവെള്ളം എടുക്കുക, അതിലോട്ട് ലൈറ്റ് ചൂടുള്ള വെള്ളം കേട്ടോ, അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കല്ലുപ്പാണ് കേട്ടോ നല്ലത്. ഇങ്ങോട്ട് ചെറിയൊരു പീസ് ലെമണ് പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് ആ തൊലി കളയണ്ട കേട്ടോ, അത് അതിൽ തന്നെ വെച്ചാൽ മതി. അതിലിടുക. എന്നിട്ട് കുറച്ച് ഷാമ്പൂ ഒഴിച്ചു കൊടുക്കുക. ഏത് ഷാമ്പൂ ആയാലും മതി കേട്ടോ, നമ്മളെ കയ്യിലുള്ളത്. എന്നിട്ട് ആ വെള്ളം നന്നായിട്ടൊന്ന് വെള്ളത്തിൽ അതൊക്കെ പാടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വെള്ളത്തിൽ നമ്മളെ 2 കൈയും ഇട്ട് വെക്കുക. ഒരു 15 മിനിറ്റ്സ് എങ്കിലും ഇട്ട് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ കൈയൊക്കെ ഒന്ന് സോഫ്റ്റായി ക്ലീനായൊക്കെ വരും കുറച്ചൊക്കെ ഈ വെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോൾ. Chasing waterfall. Oh, you got ഇനി സാധാ നമ്മൾ പല്ലേക്കുന്ന ടൈപ്പ് ഒരു ബ്രഷ് ഇല്ലേ, അങ്ങനത്തെ ഒരു ബ്രഷ് എടുത്തിട്ട് നമ്മൾ നെയിലൊക്കെ നന്നായിട്ട് ഉരച്ച് ക്ലീൻ ചെയ്യാം കേട്ടോ. നെയിലിൻ്റെ അടിയും മുകളും ഒക്കെ ക്ലീൻ ചെയ്യണം. എന്തിനാന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ നഖത്തിലൊക്കെ എന്തെങ്കിലും ചളിയോ പുളിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ പോവാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ഉരക്കണം. Won't you let me love you, babe? Used to be optimistic. These days I just don't know. Pick a fence in the valley. I hope it's losing its hold. എന്നിട്ട് കൈ ആ വെള്ളത്തിൽ തന്നെ ഒന്ന് നന്നായിട്ട് കഴുകുക. എന്നിട്ട് എന്തിനുണ്ടെങ്കിലും ഒന്ന് തോത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു നെയിൽ കട്ടറാണ് ഞാൻ എടുത്തത്. എന്നിട്ട് നഖം വെട്ടാനുള്ളവർക്കൊക്കെ വെട്ടാൻ പറ്റും. അപ്പം ഞാൻ നഖം വെട്ടുന്നില്ല, ഒന്ന് വളർത്താന്നുള്ളൊരു പ്ലാനിൽ ഇങ്ങനെ വെച്ചതാണ്. അതുകൊണ്ട് ഞാൻ വെട്ടുന്നില്ല. പിന്നെ ഞാൻ ക്യൂട്ടിക്കിൾസ് ഒക്കെ ഇതിനോട് തന്നെ അങ്ങനെ ഇതാക്കി കൊടുക്കാൻ കേട്ടോ. അവിടെ ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പം നഖമൊക്കെ പെട്ടെന്ന് വളരും കേൾക്കണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു പാക്ക് ഇടണം കയ്യിന്. ഇത് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് ഒരു ബാത്ത് പൗഡർ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ഈ ഒരു പൗഡർ തന്നെയാണ് ഞാൻ പാക്കായിട്ട് യൂസ് ചെയ്യുന്നത്. സാധാരണ നോർമൽ വെള്ളത്തിലോട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് താല്പര്യമില്ലാത്തവർക്ക് കോഫി പൗഡറും കുറച്ച് ടെർമറിക് പൗഡറും കുറച്ച് പഞ്ചസാരയും തൈരൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെയ്ത പാക്ക് നല്ല വർക്കിംഗ് കേട്ടോ. അത് മിൽക്ക് പൗഡറൊക്കെ ഉണ്ടാക്കുക, കൈ നല്ല ബ്രൈറ്റൻ ആവാനൊക്കെ നല്ലതാണ്. ഇനി ഈ പാക്കൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ലെമണിൻ്റെ തൊലി വെച്ചാണ് നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കുക. എന്നിട്ടൊന്ന് ഉണങ്ങിയ ശേഷം വാഷ് ചെയ്യുക. എന്നിട്ട് കൈയുമ്മിൽ നല്ല ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറോ ബോഡി ലോഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ കൈ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ഒക്കെ ആയി സെറ്റായി കിടക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നെയിൽ ഗ്രോ ചെയ്യാനുള്ളൊരു ടിപ്പാണ് കേട്ടോ. പിന്നെ അതേപോലെ നെയിലിൻ്റെ യെല്ലോ കളറൊക്കെ മാറാനൊക്കെ ഒരു വെളുത്തുള്ളിൻ്റെ പീസ് എടുക്കുക. എന്നിട്ട് അതൊന്ന് ചതച്ചിട്ട് നഖത്തിലൊക്കെ ഇങ്ങനെ അതിന് നീരാക്കി എടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്യുക. അത് അതിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് നേരം വെച്ചിട്ട് കഴുകി കളയാം, അല്ലെങ്കിൽ അങ്ങനെ വിട്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല. വെളുത്തുള്ളി അല്ലേ. അപ്പോൾ ഇത് വീക്കിലി 1 ടൈം ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ കൈന്.